ചെറിയൊരു സിനിമ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു സിനിമ ആക്ഷന് മറ്റേ ഇടയ്ക്ക് പറയും ജ്യോതിഷം സിനിമ റൈറ്റേഴ്സ് പറ്റിച്ചു എന്ന് പറയട്ടെ ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനെന്ത് പറയാം? മറന്നുപോയി മുതലാളിയുള്ള കാര്യം. വൺ ഓഫ് ദ റിനൗണ്ട് പ്രൊഡക്ഷൻ ഹൗസും നമ്മളും കൂടി ചേർന്നിട്ട് അടുത്ത് തന്നെ വരുന്നത് മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയൊരു ജോണറിൽ ഉള്ള ഒരു സിനിമയാണ്. ഉടനെ തന്നെ അനൗൺസ്മെന്റ് വരും. അടിച്ചപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട പോലെ ആദ്യമേ ചിരി തുടങ്ങിയത്. സ്പിൻ ഓഫ് ഫുള്ള് മമ്മൂക്കയുടെ കയ്യിൽ എന്റെ ഇല്ലാതെ എന്റെ ഏത് ക്യാരക്ടർ എടുക്കുന്നെങ്കിലും മമ്മൂക്ക് പെർമിഷൻ തരണം, നമ്മുടെ ഇല്ലാതെ. അത് കുറ്റവും ശിക്ഷ വന്ന് ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണൂർ സ്കോഡ് പടം പോലും ഉണ്ടാവും. സെയിം പ്ലോട്ടാ. ഇപ്പൊ എല്ലാം കാണാറുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളെ ചിലത് ഹെർട്ട് ചെയ്യും. മനുഷ്യനാണോ, വിഷമം വരും. അപ്പൊ ആസ് എ പേഴ്സൺ മീനാക്ഷി രാത്രി പുറത്തു പോകുന്നതിന് കുഴപ്പമുണ്ടോ? Definitely not. That is the politics. നമുക്ക് ഇഷ്ടമുള്ള അതിൽ നിന്ന് എടുക്കുക, ഇഷ്ടമില്ലാത്തത് ഇഗ്നോർ ചെയ്ത് കളയാ. ഹായ്, നമസ്കാരം. ടീം നൈറ്റ് റൈഡേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രൊഡ്യൂസർ സജിൻ, നായിക മീനാക്ഷി, റോണിച്ചേട്ടൻ. എങ്ങനെയാ പറയണ്ടേ? ഡോക്ടർ ഇപ്പൊ മറന്നു. ആൻഡ് ദ ഹീറോ മാത്യു. വെൽക്കം. താങ്ക് യു. ഇതൊരു നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ നാടിന്റെ കഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് നെല്ലിക്കാമ്പൊയിലെ ഒരു മൂഡ്? ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഫീൽ ലൈക്ക് ഭയങ്കര ജോളി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ ട്രെയിലർ കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ഹൊറർ ഫീൽഡ് ആണ്. എന്താണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ്? ആരുടെ ചോദിച്ചത്? എല്ലാരും അതിലെ ആൾക്കാരാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊരു മൂഡ് പിടിക്കാൻ നോക്കിയിട്ട് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ജോണറിട്ട് ഒതുങ്ങി പോകണ്ട എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ എന്താ, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്. എന്നാൽ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹൊറർ പടമല്ല, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. മിസ്റ്ററി ഉണ്ട്, ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫാന്റസി, റൊമാൻസ്. അപ്പൊ എല്ലാം കൂടെ ഉള്ള ആൾക്കാരെ എൻഗേജിങ് ആക്കി വെച്ച് അവർക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എവിടെന്നാ ശരിക്കും സ്ഥലം? മലപ്പുറം. മലപ്പുറത്ത് ഏത് ഭാഗത്തായിരുന്നു? തെഞ്ഞിപ്പാലം. പഴയ തെഞ്ഞിപ്പാലം ഓർമ്മയുണ്ടോ? കഥകളിൽ കേട്ട ഒരു തെഞ്ഞിപ്പാലം. അതുപോലെ കഥകളിൽ കേട്ട ഒരു സ്ഥലമായിരിക്കും നെല്ലിക്കാമ്പൊയിൽ. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അങ്ങനത്തെ സിനിമകളൊക്കെ വന്ന് കുറച്ച് സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ വി ആർ ട്രൈങ് ടു ടേക്ക് യു ബാക്ക് ടു ദോസ് ടൈംസ്. അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞു തന്ന കഥകള്, പോപ്പ് കൾച്ചർ റെഫറൻസുകളും അങ്ങനെ നമ്മളിപ്പോ ഒരു കാലഘട്ടം പടമാണ്. പക്ഷെ ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുതിയ റെഫറൻസുകൾ വരെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡാണല്ലേ. ഈ പറയുന്ന പോലെ കോമഡി ഹൊറർ എന്ന് പറയുന്ന ജോണർ എപ്പോഴും നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ലൈക് കോമഡി മാത്രമല്ല, അത് ഇന്നൊരു ജോണർന്ന് പറയാൻ ഇല്ല. ഒരു മിസ്റ്ററി ഫിലിം എന്ന് വേണമെങ്കിൽ മിസ്റ്ററി ഉണ്ട് പടത്തിൽ. It's a travel, which will hook you till the end of the movie. Okay, starting ഒരു maybe ഒരു second scene തൊട്ട് there are incidents happening back to back which are not forced. അതാ കഥയിൽ അങ്ങനെ വന്ന് ആ ഒരു ട്രാവല് അത് ഓരോ കാര്യങ്ങൾ അൺവീൽ ചെയ്യും. പിന്നെ അതിന്റെ പുറകെ ഉള്ളൊരു യാത്രയുണ്ട്. അത് അവസാനം എവിടം വരെ എത്തുന്നു എന്ന് നമ്മൾ ഓഡിയൻസിനെയും ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് മിത്തും അതേമാതിരി റിയാലിറ്റിയും കലർന്നുകൊണ്ടുള്ള ഒരു സ്ഥലമുണ്ട്. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഓൾവേസ് തിയേറ്ററിൽ സംഭവിക്കേണ്ട മാജിക് ആണ്. ആ മാജിക് ഉണ്ടാക്കാനാണ് ഡയറക്ടറും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ബാക്കി ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മാജിക് അവിടെ തന്നെ വന്ന് കണ്ടാലാണ് അതിന്റെ ഫുള്ളസ്റ്റ് ഫോമിൽ അനുഭവിക്കാൻ പറ്റുക. ഇപ്പോൾ ലോക ആയിക്കോട്ടെ, ബാക്കിയെല്ലാം തിയേറ്ററിലാണ് അത് നടക്കേണ്ടത്. അപ്പൊ ആ തിയേറ്ററിനെ കണക്കാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിനകത്ത് ഭാഗ്യവശാൽ എല്ലാ എലിമെന്റ്സും വന്നിട്ടുണ്ട്. Now it's your call. മീനാക്ഷിന്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് നമ്മള് പാട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ടീസർ കാണുന്ന സമയത്ത് ഒരു റൊമാൻസിൽ മാത്രമുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നായകന്റെ കൂടെയുള്ള ഒരു നായിക എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ട്രെയിലറിലേക്ക് എത്തുന്ന സമയത്ത്
ഇതല്ല കുറച്ചുകൂടെ എന്തോ അവിടെ കൊടുക്കാനുണ്ട് എന്നുള്ള ഫീൽ ഉണ്ട്. ഹൗ ഇസ് ദിസ് ക്യാരക്ടർ, ഹൂ ഈസ് ഷീ ആൻഡ് എന്താണ് സംഭവിക്കണത്? ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. ധന്യ ഒരു നാട്ടിൻപുറത്ത് PSC കോച്ചിങ്ങിനൊക്കെ പോയി കുറച്ച് ഡിറ്റക്റ്റീവ് സ്വഭാവങ്ങളും കഥകളൊക്കെ, അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇപ്പൊ നൗഫലിക്ക നമുക്ക് വെറുതെ ഒരു സീനല്ല പറഞ്ഞു തരുന്നത്. ധന്യ ചിലപ്പോൾ PSC കോച്ചിങ്ങിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ആളായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ട്രേറ്റ്സ് ഒക്കെ ഉള്ള ഒരു നാട്ടിൻപുറത്തെ കുറച്ച് അത്യാവശ്യം ബബ്ലിയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ധന്യ. ധന്യക്ക് പറഞ്ഞ പോലെ തന്നെ ട്രെയിലറിൽ ലവ് ഇൻട്രസ്റ്റ് മാത്രമല്ല, എന്തൊക്കെയോ കുറെ ആ നാട്ടിൽ നെല്ലിക്കമ്പോയിൽ സംഭവിക്കുന്ന കുറെ ഇൻസിഡൻസിന്റെ, അത് കൂടുതൽ പറഞ്ഞ ചിലപ്പോ റിവീലിംഗ്. ബേസിക്കലി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഹീറോയുടെ കൂടെ ഫോർ ദ നെയിം സേക്ക് വെക്കുന്ന ഒരു ഹീറോയിൻ അല്ല. ദർ ഇസ് പ്രോപ്പർ റിലവൻസ് ഇൻ ദ മൂവി. ആ ക്യാരക്ടറിന് പ്ലേ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്, കാര്യമുണ്ട്. അല്ലാതെ വെറുതെ ഒരാളെ വെക്കാൻ വേണ്ടി ഞങ്ങൾ മീനാക്ഷിനെ വെച്ചിട്ടില്ല, അല്ലേ മീനാക്ഷി? അപ്പൊ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനൊരു ഫെമിനിൻ എനർജി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. വാഴയിൽ ഒരു ടോം ബോയിഷ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും മെൽവിക്കും റോണക്സ് ഏട്ടനും പിന്നെ നൗഫലിക്കയും ജ്യോതിഷേട്ടനും സുനിച്ചേട്ടനും ആ ക്യാരക്ടറെ എഴുതി വെച്ചതും കൺസീവ് ചെയ്തതും അങ്ങനെയാണ്. അപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വന്നപ്പോഴാണ് ധന്യ കംപ്ലീറ്റ് ആയത്. അല്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാഴയിലൊക്കെ കണ്ടെന്ന് എക്സാക്ട്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു മേക്ക് ഓവർ തന്നെ ഒരു ചേഞ്ച് തരുന്നുണ്ടോ ക്യാരക്ടറിന്? ഡെഫിനറ്റ്ലി. എനിക്ക് ലുക്ക് തന്നെ നമുക്കൊരു 50% തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഡയറക്ടർ പറയുന്ന കേട്ട് ചെയ്താൽ മതി. ലുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് വാഴയെന്ന്. അപ്പൊ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ വന്നു. എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനും ആണ് ഭയങ്കര ഇൻട്രസ്റ്റ്. 6 മണിക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പുള്ളിക്കാരത്തി 3 മണിക്കൂർ മേക്കപ്പ്. അതെ, ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ രാവിലെ അല്ല ഈ കൊലത്തിലേക്ക് എത്തിക്കണ്ടേ? അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ എനിക്ക് ഷോർട്ട് ഹെയർ ഇതിനേക്കാളും ഷോർട്ട് ആയിരുന്നു ആ വാഴ കഴിഞ്ഞ ഉള്ളൊരു ടൈം അല്ലേ. 2-3 എക്സ്റ്റൻഷൻ ഒക്കെ പണിയെടുത്തു. റോണിച്ചേട്ടന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര പേടിയുള്ള ഒരു പോലീസുകാരനായിട്ടാണ് വരുന്നത്. ഇതിനകത്താണെങ്കിലും പേടിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ട്രെയിലറിൽ കണ്ട ഒരു അങ്ങനെയല്ല, ഒരു നോവൽ വേറെ രീതിക്കാണത് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു കുടിയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. കുടിയും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നമ്മൾ ഒക്കേഷണൽ പരിപാടിയൊക്കെ ഉണ്ട്. അവനാണ് എൻ്റെ കുറേ കൂടി ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ വളരെ ബുദ്ധിപൂർവ്വം അവനാദ്യമേ നമ്മുടെ പടത്തിന്റെ മേക്കപ്പ് ടെസ്റ്റും പറഞ്ഞ് വിളിച്ച് 2 ഭാഗത്തുകൂടെ മുടി കൊണ്ട് മൊത്തം അടുപ്പിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ തോന്നുന്നു ചേട്ടാ? ഞാൻ പറഞ്ഞു ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റി മാത്രമല്ല ചേട്ടാ, വേറെ വെറൈറ്റി വെച്ച് ചേട്ടന് വേറെ പടങ്ങൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മുടെ പടം കഴിഞ്ഞിട്ട് മാത്രം അടുത്ത പടത്തിലോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുമ്പിലപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഇപ്പോൾ നമ്മൾ എൻ്റെ ബ്രദർ റോബിയുടെ ഒപ്പം അല്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് കുടുംബപരമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര സൗഹൃദമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തു പറയാനുള്ള സൗഹൃദവും എനിക്ക് തിരിച്ചു പറയാനുള്ള എനിക്ക് അങ്ങനെ അടുപ്പുള്ള വ്യക്തിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്തും തുറന്നു പറയാൻ ഞാനിപ്പോൾ നമ്മൾ മുമ്പ് ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ പൊതുവെ നമ്മൾ ഡയറക്ടേഴ്സിന് എനർജി ഒക്കെ പോകുമ്പോഴേക്കും ഒരു 20-30 ദിവസം കഴിയുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഡൗൺ ആവുക. അപ്പോൾ ഇവന് 3-ാം ദിവസം ഇങ്ങനെ മോണിറ്ററിൻ്റെ പുറകിൽ എന്തൊക്കെയോ നോക്കി പെട്ടെന്ന് മാറ്റടാ, ലൈറ്റൊക്കെ പെട്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ചേട്ടാ എന്താ പരിപാടി ഡാലേട്ടനോ കളിക്കണം എന്താണ്? അല്ല ഞാനങ്ങനെ ആലോചിക്കായിരുന്നേ, ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലും മര്യാദയ്ക്ക് AC-ലൊക്കെ ഞാൻ ഒരു കാര്യമില്ലാതെ പോയിട്ട് ഇത്രയും പണി നല്ല പണിയുള്ള പണിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് പുറത്ത് ആരും കേൾക്കണ്ട, പണം തീർത്തില്ലെങ്കിൽ അവരെ പിടിച്ചിടിക്കും, തീർക്കാല്ലേ. മറ്റേ ചെറിയ സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോ വലിയ സിനിമ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ വലിയ പരിപാടികളും ഉണ്ട്. അപ്പൊ ചെറിയൊരു സിനിമ ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞൊരു സിനിമ ആക്ഷന് ഇടയ്ക്ക് പറയും ജ്യോതിഷം സിനിമ റൈറ്റേഴ്സ് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനെന്ത് പറയാം, ചെറിയ സിനിമ ഒരു നിമിഷം നമ്മുടെ പ്രൊഡ്യൂസറെ കുറിച്ച്
ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി വളരെ അവെയർ ആയിട്ടുള്ള ഒരാളാണല്ലോ ഡയറക്ഷൻ സ്പേസിലേക്ക് വരുന്നത്. അത് ഓഫ് കോഴ്സ് ഒരു സെറ്റിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ആൾക്ക് കൃത്യമായിട്ട് എന്ത് വേണം വേണ്ട എന്നുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഈ എഡിറ്റർ ടേൺ ഡയറക്ടർ കൂടെ വരുന്ന സമയത്ത് അത് തന്നിട്ടുള്ള ഒരു കംഫർട്ട് എന്താണ്? എന്റെ കംഫർട്ട് എന്ന് വെച്ചാൽ കാലത്തൊക്കെ മൂപ്പര് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ എത്ര മതി മാത്യു വൈകുന്നേരം ഒരു ഓൺ സ്പോട്ട് എഡിറ്റിംഗ് അത് വൈകുന്നേരങ്ങളാക്കി വെച്ചിട്ട് ചേട്ടാ അത്ര മതിയായിട്ട് അതൊക്കെ അത്രയും ഉപയോഗിക്കാൻ പാടുള്ളൂ മതി ഇത്രയുള്ള എന്റെ വ്യത്യാസം. അല്ലാണ്ട് കാലത്ത് അവന് കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ എത്രയോ പടങ്ങള് എന്റെ കരിക്കും വെള്ളം, കപ്പേള, നമ്മള് സുഡാനി ഫ്രം നൈജീരിയ, ഗ്രേറ്റ് ഫാദർ, എത്രയോ സിനിമ എഴുതിയ ഒരാള്. പുള്ളിക്കറിയാം ഏതൊക്കെയാണ് എന്താണ് ആരുടെ മുഖത്ത് എത്ര വെച്ചാൽ കിട്ടും കിട്ടില്ല എന്നൊക്കെ വ്യക്തം. ഞാൻ ഉദ്ദേശം അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ധാരണയുണ്ട്. അല്ല പിന്നെ ഭയങ്കര ഹ്യൂമർ സെൻസുള്ള ആളോ, ഭയങ്കര പ്രസിഷൻ ഉണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ചിലപ്പോൾ വേറൊരു ഡയറക്ടറാണ് ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 60 to 70 days ഒക്കെ എടുത്തിരുന്നതിന് സിനിമ തീരാൻ. അത് നമ്മള് ലൈബ്രറിയുടെ മറ്റേ സീക്വൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ജിബ് ഷോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ തുടക്കത്തിൽ ഇത് ഷെയ്ക്കായി, ആ ഷോട്ട് ഷെയ്ക്ക് ആയിട്ടാണ് പോണത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുള്ള സിനിമകളിലൊക്കെ ആ ഷെയ്ക്ക് വന്നാൽ നമ്മൾ വീണ്ടും പോകും. നേരെ നൗഫല് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ തൊട്ടേ വരുള്ളൂ, അത് മതി. അപ്പൊ ആ അത്തരത്തില് നമ്മൾ ആസ് എ പ്രൊഡ്യൂസർ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റും മറ്റേതൊക്കെ വേണമെന്നുണ്ട് ഫ്രെയിമിന് ഉള്ളിലുള്ളതിനാണ് എഫേർട്ട് ഇടുന്നത്. ഇവിടെ സീൻ നടക്കണെന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രെയിമിൽ വരാത്ത കാര്യങ്ങളൊന്നും ചെയ്തിടുന്നില്ല അവരാ ഫ്രെയിം. അതും ഭയങ്കര ഷാർപ്പായിരുന്നു എല്ലാം. മാത്യുവിന്റെ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോൾ മിക്കവാറും ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ അടുത്ത് വന്ന സിനിമകളിലൊക്കെ അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഓഫ് സ്ക്രീനും അതേപോലെ തന്നെ സംസാരിക്കപ്പെടാറുണ്ട്. ഈ മലയാള സിനിമയിൽ തന്നെ മെയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടെയാണല്ലോ. ഇത് എത്രത്തോളം രസകരമാണ്? പ്രത്യേകിച്ചും കൂടെയുള്ള റോഷനും സഭയാണ്, ഇവരുടെ കൂടെയുള്ള ഒരു ജേർണി ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങള് ആരെയും പരിചയമില്ല, റോഷനെയും അല്ല എനിക്ക് ഞാനിതിൽ വർക്ക് ചെയ്തേക്കുന്ന മിക്കവരെയും ആരെയും എനിക്ക് പരിചയമില്ല. ബുക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇക്ക എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ അങ്ങനെ പരിചയം നെയ്മർ എഡിറ്റ് ചെയ്തേക്കുന്നൊക്കെയാണ് നൗഫ്ലിക്ക, അല്ലാണ്ട് ഒരു പരിചയം ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു റോഷൻ സഭയൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കണ്ടപ്പോഴേ ഞങ്ങള് ജെല്ലായി. ഭയങ്കരമായിട്ട് രസമായിരുന്നു. എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ഷൂട്ടിന് പോകുന്നത് ഒരുമിച്ച, തിരിച്ചു വരുന്നത് ഒരുമിച്ച. അപ്പൊ അവർക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കും, എനിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ അവർ നിൽക്കും. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് നേരെ ആരുടെങ്കിലും റൂമിൽ പോയിട്ട് അവിടെ പരിപാടികള്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര പെട്ടെന്ന് സമയം പോകും നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കുറെ നാളെടുത്ത് ഷൂട്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല. മറ്റൊരു 10 ദിവസം കൊണ്ടൊക്കെ തീർന്ന പോലെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര മെമ്മറബിളാ, ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പറയുന്ന പോലെ ഇവർ രണ്ടുപേരും ഭയങ്കര രസകരമായിട്ട് ഭയങ്കര ടൈമിങ്ങില് കോമഡി പറയുന്ന ആൾക്കാരാണ്. ഭയങ്കര രസമാണ് അവരുടെ കൗണ്ടറുകളൊക്കെ. അപ്പം ഇത് ഒന്നിച്ചു വരുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയോ? ഉറപ്പായിട്ടും ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പൊ എന്താ പിന്നെ ആഫ്രിക്ക ചില സീനുകള് ഇത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കാന്ന് പറയും. അപ്പൊ ഞങ്ങള് നിങ്ങൾ എന്താ നോക്കുന്നൊക്കെ പറയുമ്പോ റോഷനായിരിക്കും എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം നോട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. സഭ ഭയങ്കര ഷാർപ്പാ. സഭ എന്താ എല്ലാം എന്താ പറയാ പ്രോസസ് ഓറിയന്റഡ്. അല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സഭ ചുമ്മാ ഒപ്പിക്കില്ല. സഭ ഭയങ്കര ഷാർപ്പാ. എന്താണ് ക്യാരക്ടർ, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കര വ്യക്തമായ ഇതുണ്ടെങ്കിലേ സഭ ചെയ്യുള്ളൂ. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പൊ അവരുടെ രണ്ടുപേരുടെയും കൂടെ വരുമ്പോ ഭയങ്കര രസമാണ്. എന്ത് വേണമെങ്കിലും പറയാം. ഇക്ക നമുക്ക് ആ സ്പേസ് ആയിട്ടുണ്ട് നൗഫ്ലിക്ക. അല്ലെങ്കിൽ ഇപ്പൊ കൊള്ളില്ലെങ്കിൽ പറയാം, അത് വേണ്ട, ബാക്കി ഇത് പിടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്കിയുള്ള ക്രൂവും നമുക്ക് ആ സ്പേസ് ആയിട്ടുണ്ട്. കാരണം ഡെഫിനറ്റ്ലി ഡയറക്ടർ നമുക്ക് സ്പേസ് ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരുമായിട്ട് ഇവരെന്താ കാണിക്കുന്നത്, കുറെ നേരം ആയാലും ഷൂട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല. എല്ലാവരും ആ സ്പേസ് ആയിട്ടുണ്ട്. അഭിച്ചേട്ടനെ ക്യാമറമാൻ ആയാലും എല്ലാവരും ആ സെറ്റിലുള്ള ബാക്കി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഏട്ടന്മാരായാലും നമുക്ക് ചായ ഉണ്ടെന്ന് എല്ലാവരും നമ്മൾ അവിടെ സമയം കളയല്ല, അവര് അതിന്റെ ഒരു പരിപാടിയിൽ നമ്മൾ ആ സ്പേസും ഫ്രീഡം ഒക്കെ തരുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനത്തെ സ്പേസിൽ പെർഫോം ചെയ്യാന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. ലിറ്ററലി ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ചെറിയ സിനിമയിൽ നിന്ന് തുടങ്ങി അതിനെ ഇങ്ങനെ വലുപ്പം വെപ്പിക്കുകയും അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് വലുതാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഇവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോംറാഡറി, ഇപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്ന അബുക്ക് ചെയ്യുന്നതായാലും റോണി ചേട്ടൻ ചെയ്യുന്ന ഈ സീക്വൻസുകൾ വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോൾ ഇവര് ഇനിയും എൻഹാൻസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഓക്കെ
ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആ പ്രോസസ്സിൽ കൂടി അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് സിനിമ ഇത്രയും വലുതാവുന്നത്. അതെ. ഇപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ എടുത്താൽ തന്നെ എല്ലാം ഭയങ്കര പരീക്ഷണാടിസ്ഥാനത്തിൽ വന്ന് ഒരു മാർക്ക് ഇട്ടിട്ട് പോയ സിനിമകളാണല്ലോ. അപ്പൊ നീലവെളിച്ചാണെങ്കിലും അഞ്ചക്കള്ളക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തിയേറ്ററുകളെക്കാളും കൂടുതൽ അത് OTT പ്ലാറ്റ്ഫോമുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണ സിനിമകൾ എടുക്കാൻ മലയാള സിനിമയ്ക്ക് ഒരു വിമുഖത ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അവിടുന്ന് മാറുകയാണ്. അത് ആ ഒരു ചേഞ്ച്, ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധൈര്യം വരില്ലേ, അത് എവിടുന്നാ വരുന്നത്? അതിന് ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന ഒരു 30 seconds അല്ലെങ്കിൽ റിയൽ ലൈഫ് മാത്രമുള്ള മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യന്മാരുള്ള ഒരു സമൂഹമാണ്. അതിന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഡിജിറ്റലി ഏറ്റവും ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള കോണ്ടന്റിലായിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ട്, ഭയങ്കര നല്ല വാച്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഞാനാണെങ്കിൽ കാണില്ല, നിങ്ങളാണെങ്കിൽ കാണില്ല. അപ്പോൾ ഇറ്റ്സ് our responsibility that we come up with something that stands out. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് വി എയിം ഫോർ എ ലോങ് റൺ. അപ്പോൾ അങ്ങനെ നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറിട്ട വഴിയിൽ കൂടി പോയാൽ തന്നെയാണ് അത് സാധ്യമാവുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ബോധപൂർവമായ ശ്രമമാണ്. നമ്മൾ കഥകൾ കേൾക്കുമ്പോഴും പിക്ക് ചെയ്യുമ്പോഴും ആ കഥയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു പോയിന്റ് ഉണ്ടാവുമെന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സിനിമകൾ നമ്മൾ ചെയ്യുന്നത്. ഈ പക്ഷെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് വൺ ലൈൻ എന്നാണ് സിനിമേനെ ഇമാജിൻ ചെയ്തിട്ട് അതിൽ കമ്മിറ്റ് ആവുന്നത്. പക്ഷെ ഇപ്പൊ ലോക പോലുള്ള ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല സിനിമകളും സക്സസ് ആയ സിനിമകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ വൺ ലൈൻ ആയിരിക്കും, പക്ഷെ അവരതിനെ ബ്യൂട്ടിഫുള്ളി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാണ്. ഇതിലൊരു ജഡ്ജ്മെന്റ് വേണ്ടേ? അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഒറ്റയടിക്ക് ഈ പറയുന്ന സക്സസ് എന്ന പാരാമീറ്റർ നിങ്ങൾ വെക്കുന്നത് ബോക്സ് ഓഫീസിൽ ആ പടം ഹിറ്റ് ആവുമ്പോൾ മാത്രമാണല്ലോ. അതല്ലാതെ ഇതിന് അകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലേണിംഗ് ഉണ്ട്, ഇത് പഠിച്ചു വരുന്നുണ്ട്. ഈ പറയുന്ന ബിഗ് സക്സസ്, ബിഗ് നമ്പേഴ്സ്, ആ ഗെയിമിലോട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. അത് അതിനകത്തോട്ട് എത്താനായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നു, മേ ബി ടുമോറോ അങ്ങനത്തെ ഒരു ഇതിനകത്തോട്ട് വരാം. അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഫിലിംസിനകത്തോട്ട് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലേണിംഗ് നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഈ തോട്ട് പറയുമ്പോൾ ആ തോട്ട് നമുക്ക് എക്സൈറ്റിംഗ് ആയിരിക്കണം. അതിന്ന് അതിന്റെ പെരിഫറലി ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് തോന്നുമ്പോഴാണ് യെസ് ലെറ്റ്സ് ട്രൈ ദിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ തന്നെ ആയിരിക്കും ഞങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനിയും അത് തന്നെയാണ്. ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, വൺ ഓഫ് ദ റിനൗണ്ട് പ്രൊഡക്ഷൻ ഹൗസും നമ്മളും കൂടി ചേർന്നിട്ട് അടുത്ത് തന്നെ വരുന്നത് മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയൊരു ജോണറിൽ ഉള്ളൊരു സിനിമയാണ്. ഉടനെ തന്നെ അനൗൺസ്മെന്റ് വരും. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാറ്റേൺ സിനിമ, അല്ലെങ്കിൽ ഇത്ര പൈസ ഇട്ട് ഇത്ര പൈസ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കുറെ നല്ല സിനിമ ഉണ്ടാക്കാം അല്ലേ? അതെ. ഈ പറയുന്ന പോലെ ആഫ്റ്റർ റിലീസ് ആളുകൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് ഇതിന്റെ ചർച്ചകളൊക്കെ നിരീക്ഷിക്കുന്ന സമയമാണ്. ഇപ്പോൾ വാഴയിലെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇയാൾ എന്തിനാണ് രാത്രിയിൽ ചായ കുടിക്കാൻ ആശുപത്രിയിൽ പോകുന്നത്, അമ്പലത്തിൽ പൊരി കഴിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ കമന്റുകളും വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ക്യാരക്ടറിനെ തന്നെ 2 തരത്തിൽ ആളുകൾ റിസീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെ മീനാക്ഷി എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതെല്ലാം വായിക്കാറുണ്ട് ഞാൻ. നമുക്ക് ഓഡിയൻസ് ഒരു സംഭവം കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പല പല കൈൻഡ് ഓഫ് POV നമുക്ക് കിട്ടുകയാണ്. അത് ജസ്റ്റ് അവെയർ ആയിട്ടിരിക്കുക. അതിനൊക്കെ ഓരോ ഇമ്പോർട്ടൻസ് ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട്, അല്ലാതെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നില്ല. പുതിയൊരു POV ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ തരുന്നത്. അപ്പൊ ആസ് എ പേഴ്സൺ മീനാക്ഷി രാത്രി പുറത്തു പോകുന്നതിന് കുഴപ്പമുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. ദാറ്റ് ഈസ് ദി പൊളിറ്റിക്സ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അതിൽ നിന്ന് എടുക്കുക, ഇഷ്ടമില്ലാത്തത് ഇഗ്നോർ ചെയ്ത് കളയുക. അല്ലാതെ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അയ്യോ ഇനി അവരിങ്ങനെ പറഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഇരുന്നാൽ നമുക്ക് ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. നല്ലതെടുക്കുക, അത്രേ ഉള്ളൂ. ഈ ഡൊമിനിക്കിലെ ക്യാരക്ടർ ഇതേപോലെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, പക്ഷെ അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാറിപ്പോവാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓഫ് കോഴ്സ് അതിലെ സെറ്റ് എന്ന് പറയുന്നത് ഡ്രീം പ്രോജക്റ്റ് ആണ്. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
വർക്കിംഗ് ടൈം ആയിരുന്നു. കാരണം പ്രൊഡ്യൂസർ It's അടുത്ത okay. സിനിമയുടെ സത്യം പറഞ്ഞോട്ടെ. അല്ല അടുത്ത സിനിമയുടെ പ്രൊഡ്യൂസർ ഇരിക്കുന്നു. അല്ല എനിക്ക് മനസ്സിലായി. ഡൊമിനിക് അല്ലേ ചോദിച്ചത്? അതല്ലടാ. ആ. അപ്പൊ Knight Riders ഇഷ്ടമില്ല എന്നുള്ളതാണ്. അയ്യോ അങ്ങനെ ഇതാണ് പ്രശ്നം. ഞാൻ ഉദ്ദേശിച്ചത് എന്നെ പോലൊരു ഫ്രഷർ അറിയാലോ, എന്നെ പോലൊരു ഫ്രഷറിന് ഞാൻ വാഴ കഴിഞ്ഞ് നേരെ പോകുന്ന മമ്മൂക്കയുടെ കൂടെയും നേരെ പോകുന്ന ഗൗതം വാസുദേവ് മേനൻ സാറുമാണ്. അപ്പോൾ എനിക്ക് ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് പെർഫോമൻസ് വൈസ് നോക്കാനാണെങ്കിൽ അധികം സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് കുറെ പഠിക്കാൻ പറ്റി എങ്ങനെയാണ് സീനിയേഴ്സ് സെറ്റിലൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ ഭയങ്കര കൺസിഡറേറ്റ് ആയിരുന്നു ഗൗതം സാർ. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് നമുക്ക് കുറെ പഠിക്കാൻ പറ്റും, ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്കത് പഠിക്കാൻ പറ്റും. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അല്ല, ഏതൊരു ആസ്പയറിംഗ് ആക്ടേഴ്സിനും അവരുടെ ഡ്രീം ഫ്രെയിംസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പൊ അത് സംഭവിക്കും. ഒബിയസ്ലി അത് തന്നെ ആയിരിക്കും ക്ലോസ് ടു ഹാർട്ട്. അതിനകത്ത് ഇതെന്ത് പറ്റി? എനിക്ക് എല്ലാം ഞാൻ അഭിനയിക്കുന്ന എല്ലാ ഒന്നുമില്ല കുട്ടി, വിടൂ. കുഴപ്പമില്ല, എന്റെ കുട്ടിക്ക് ഒന്നുമില്ല, വിടൂ. പോട്ടെ. ഏറ്റവും ക്ലോസ് ടു അങ്ങനെ എനിക്ക് എല്ലാം ക്ലോസ് ടു ഹാർട്ട്. അതാണ് സംഭവം. നകുലിന് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ലോകയുടെ കാര്യം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആളുകൾ പലപ്പോഴും യൂണിവേഴ്സുകളെ കുറിച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കഥ വരുന്നു, അടുത്ത കഥയിലേക്ക് അത് കണക്ട് ആവുന്നു, പല പല സിനിമകൾ ചേർത്തൊരു യൂണിവേഴ്സ് ആയിരുന്നു. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിനെ അടിച്ചപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട പോലെ ആദ്യമേ ചിരി തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു യൂണിവേഴ്സുള്ള ആളാണ്. അതെ, ഞാൻ കോമിക്സിലോട്ട് ക്ലബ് ചെയ്യാൻ പോവാ. സ്പിൻ ഓഫ് ഉണ്ടാവും. സ്പിൻ ഓഫ് ഫുള്ള് മമ്മൂക്കയുടെ കയ്യിൽ എന്റെ ഇല്ല. ഏത് ക്യാരക്ടർ എടുക്കണമെങ്കിൽ മമ്മൂക്ക് പെർമിഷൻ തരണം, നമ്മുടെ ഇല്ലത്. അല്ല ഫാദർ കഥകൾ അതാ ഫാദറിന്റെ കാര്യം പറഞ്ഞേ. എന്തുണ്ടെങ്കിലും പ്രൊഡ്യൂസറിന്റെ കയ്യില. അല്ല, ഹി ഹാസ് ടു കം ബാക്ക്, ലെറ്റ് ഹിം കം ബാക്ക്. എന്തായാലും ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞു. ഇപ്പോൾ നമുക്ക് അടുത്ത മാസം വരും എന്നുള്ളതിന് അറിഞ്ഞത്. അടുത്ത ദിവസം വരട്ടെ വന്നിട്ടല്ലേ. ഈ ഇപ്പൊ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉള്ള ആളാണ്. ഇപ്പൊ വരുന്ന സിനിമകളിലൊക്കെ സയന്റിഫിക് ഡേറ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ പലതരത്തില് സമൂഹ മാധ്യമങ്ങളിൽ വിലയിരുത്തലുണ്ടാവും. ഇപ്പം ഹൃദയപൂർവ്വം ഒക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു ഹാർട്ട് പേഷ്യന്റ് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള ക്ഷമിക്കണം, ഞാൻ കാണാൻ പറ്റിയില്ല പടം, സോറി. അല്ല, അത് റിലേറ്റ് ചെയ്തിട്ടല്ല, അതില് പോർട്രേലുണ്ട് ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നത്, അതിനെ പറ്റി ഒരുപാട് സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഹാരിസ് വന്നിട്ട് ഇയാൾ ഇങ്ങനെ പെരുമാറില്ല, എന്തുകൊണ്ട് സിനിമയിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു പോർട്രേല് വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ. നമ്മൾ സിനിമയിൽ വരുമ്പോ നമുക്ക് ഇപ്പൊ സിനിമയില് ഒറ്റ പാട്ടുകൊണ്ട് നമ്മൾ കോടീശ്വരനാവണില്ലേ? അത് നടക്കോ? അപ്പൊ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഉണ്ടാക്കുന്നവർക്ക് ചോദിച്ചാലുള്ളൊരു ഉത്തരമാണ്. ഞാനിപ്പോ അടുത്ത് ഒരു പോലീസ് ഓഫീസർ, ഭയങ്കര സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസറുണ്ട്, പുള്ളി പറഞ്ഞു കുറ്റവും ശിക്ഷയും എന്ത് നല്ല സിനിമയായിരുന്നു, എന്ത് നല്ല സിനിമയായിരുന്നു, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് അത് എങ്ങനെ ഉണ്ടായിരുന്നു റോണി എന്ന് ചോദിച്ചു. സാർ അത് പടം നമ്മൾ ഫിനാൻഷ്യൽ ഇത് നെറ്റ്ഫ്ലിക്സിൽ പടം വന്നിട്ടുണ്ട് സാറ്, പക്ഷെ അത് ഫിനാൻഷ്യലി അത് ഓടിയില്ല. ഒട്ടും പോവാ. ഞാൻ ഇവിടെ 3-ാം ദിവസം ഞാൻ അടിയുണ്ടാക്കി കണ്ട സിനിമ, ഇവിടെ തിയേറ്ററിൽ ആളാഞ്ഞിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാണ് സിനിമ ഞാൻ അടിയിച്ചത്. അത് കുറ്റവും ശിക്ഷയും വന്ന് ഹിറ്റാണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണൂർ സ്ക്വാഡ് പടം പോലും ഉണ്ടാവില്ല. സെയിം പ്ലോട്ടാ, ഒറ്റ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒറ്റ കാര്യം വ്യത്യാസമുള്ളൂ. അതിനകത്ത് ആഭരണമാണ് പോകുന്നത്, നമ്മുടെ ഫാമിലി എഫക്റ്റ് ആണ്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇമോഷൻ സെയിം പ്ലോട്ടാ, ക്രോസ് കൺട്രി ബസ് തന്നെയാണ്. അപ്പൊ ഞാൻ ടെൻഷനോട് കൂടി പോയി കാണുന്നത്, കാരണം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ഏകദേശം ഫുള്ള് കഴിഞ്ഞു. പടം ഭയങ്കര വിജയമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പടം എന്തെങ്കിലും ഡ്രോപ്പ് ആവും. നമുക്ക് കമ്മിറ്റ് ചെയ്തതിന്റെ പോലെ എനിക്കറിയാം പടം മുമ്പോട്ട് പോകില്ല. ഭയങ്കര ടെൻഷനോടെ ഞാൻ സിനിമ കാണുന്നത്. പക്ഷെ ഇത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യില്ല, പിന്നെ ഇയാൾ എന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നു. പക്ഷെ സിനിമയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഡോക്യുമെന്ററി അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തി നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം സിനിമ ഈസ് ഫോർ എന്റർടൈൻമെന്റ്, അനദർ വേ ഇറ്റ്സ് എ ബിസിനസ്. അപ്പൊ ആ ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇത്രയും കോടികൾ, മേ ബി 10 ആയിരിക്കാം, 5 ആയിരിക്കാം, 15 ആയിരിക്കാം, 25 ആയിരിക്കാം, 25 കോടിയെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്
ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും ആക്ടേഴ്സിന്റെ ഒക്കെ ചുമതല. ബിക്കോസ് പ്രൊഡ്യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരാരുമില്ല. കാരണം ഈസ് എ പേഴ്സൺ ടു ഇൻവെസ്റ്റ്. അപ്പോൾ വിത്ത് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൺലി വി ആർ ബിൽഡിങ് സംതിങ്. അപ്പോൾ ഫ്രം ദാറ്റ് എന്താ പറയുക, സോ ആ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് അതിന് മുകളിലും കൊടുത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ആ ലോജിക്കുകൾ മറക്കേണ്ടി വരും. അത് ചെയ്യാൻ പറ്റാം. സീരിയസ് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുള്ളൂ. ബ്രോമാൻസ് റിലീസായ സമയത്ത് അതില് മീറ്റർ പിടിച്ചതില് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജഡ്ജ്മെന്റ് കിട്ടുന്ന പല ആളുകളുടെ അവരെങ്ങനെയാണ് അത് പെർസീവ് ചെയ്തതെന്ന് കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. ഈ ഇത്തരം റെസ്പോൺസസ് കീനായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണോ? ഇപ്പൊ എല്ലാം കാണാറുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളെ ചിലത് ഹെർട്ട് ചെയ്യും. മനുഷ്യനാണല്ലോ, വിഷമം വരുമല്ലോ. അല്ല പക്ഷെ അത് അല്ല അതിപ്പോ ഇങ്ങനെ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് എന്താ ആക്ച്വലി മാത്യു നമ്മുടെ ഇടയിൽ വളരെ ചെറിയൊരു കുട്ടിയായിട്ട് വന്നു. ഹി ഹസ് ബീൻ ട്രാവലിംഗ് വിത്ത് us. ഓരോ തരത്തിലും പുള്ളിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ആക്ടറുടെ ജേർണി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇതിന്റെ പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് ചില സിനിമകളിൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും, ചിലത് ആളുകൾ വിചാരിച്ച മാതിരി അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കാം. അതൊക്കെ ഈ ഇതെന്ന് കഴിഞ്ഞ കാര്യം സംസാരിക്കുന്നതിൽ എനിക്ക് അല്ല പക്ഷെ ബേസിക്കലി ഇപ്പൊ ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ അവിടെ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നത് വർക്ക് ആവായിരിക്കാം. ഓവർ ദ ടോപ്പ് എന്നുള്ളത് ഡെഫിനറ്റ്ലി അറിയാം. പിന്നെ ഞാനതിന് ന്യായീകരിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് അതുകൊണ്ടാണ് അല്ല പക്ഷെ എനിക്ക് അതിൽ റിഗ്രറ്റോ ഒന്നുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ചെയ്ത സിനിമയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ആൾക്കാർക്ക് വർക്കാവാത്തത് അല്ലെങ്കിൽ ഇപ്പൊ എന്റർടൈൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ചിലവർക്ക് അത് വെറുപ്പീരായി എന്ന് പറയുമ്പോൾ നമ്മൾ അതല്ല ഉദ്ദേശം. അപ്പൊ അത് ഡെഫിനറ്റ്ലി നമ്മൾ ഉറപ്പായിട്ടും ഇനിയും എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കും. വെറുപ്പിച്ചതിൽ സോറി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അതില് ഞാൻ വിട്ടു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ സംഗീതത്തിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ട്രാവല് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. എല്ലാവരും ഒന്നിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ് കൂടെയാണ്. ഇപ്പൊ നെസ്ലിന്റെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു ട്രാവലിനെ, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഈ ട്രാവലിനെ എങ്ങനെയാ കാണുന്നത്? ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഭയങ്കര സന്തോഷമുണ്ട്. പ്രേമിലു ആയാലും അത് ഗിരീഷേട്ടൻ. പ്രേമിലൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ ആദ്യ സിനിമയുടെ പ്രൊഡക്ഷൻസും എൻ്റെ രണ്ടാമത്തെ സിനിമയുടെ ഡയറക്ടറും എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാരും. സംഗീതേട്ടൻ ഉണ്ട് കൂട്ടത്തില്. സംഗീതേട്ടൻ ഇപ്പൊ എനിക്ക് തണ്ണീർമത്തന്റെ സ്പോട്ട് എഡിറ്ററാണ്. അപ്പൊ അത് മുതലേ പുള്ളിയുടെ സ്ട്രഗിൾ അറിയാം നമുക്ക്. പുള്ളി അത് വേറൊരു ഫീൽഡിൽ ഷൈൻ ചെയ്യണ കാണാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ നെസ്ലിന്റെ കാര്യമായാലും അവൻ ഭയങ്കര ഒരു സ്ട്രോങ് ഫുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ ഇതില്. അത് ഭയങ്കര അടിപൊളി. അവന്റെ ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പാ. ഇപ്പൊ അൻഷുര ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തേക്ക് അവരുടെ ഇൻഡിവിജ്വൽ ജേർണീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അമിതയായാലും അപ്പൊ അത് ഭയങ്കര രസമാണ് കാണാൻ. എല്ലാവരുടെയും ഗ്രോത്ത് കാണാനൊക്കെ ഭയങ്കര രസം. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിരുന്നു. ഭയങ്കര നേരത്തെ തുടങ്ങാൻ പറ്റി. അല്ല അങ്ങനത്തെ ടീമിനെ കിട്ടാനും ഭയങ്കര ഫോർച്ചുനേറ്റ്. ഗിരീഷേട്ടനെ പോലത്തെ ഒരാളെ കിട്ടുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിയുടെ ഇത് അടിപൊളിയാണ്. ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി കിടക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ആദ്യ സിനിമകളിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഇമോഷൻ ഹുക്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒത്തിരി ചേരുന്നത്. അവിടെ നിന്നൊക്കെ ഇപ്പൊ വരുന്ന സമയത്ത് എല്ലാത്തിലേക്കും ഫ്ലെക്സിബിൾ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നൈറ്റ് റൈഡേഴ്സിൽ റൊമാൻറ്റിക് എലമെന്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ എല്ലാത്തിലേക്കും കാലെടുത്ത് വെക്കാനുള്ള ഒരു എബിലിറ്റി അവിടെ വരുന്നുണ്ട്. ഈ ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് ആദ്യമുള്ള തീരുമാനമാണോ? അല്ല, അത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമല്ല. എല്ലാം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. എന്താണേലും നോന്നല്ല, നമ്മൾ ശ്രമിക്കണം. അത് പരാജയപ്പെട്ടാൽ വീണ്ടും അത് കുറച്ചും കൂടെ അതിനെ മനസ്സിലാക്കി വന്നിട്ട് വീണ്ടും ശ്രമിക്കണം എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. പക്ഷെ നമുക്ക് ഈ ഓപ്ഷൻസ് തരുന്നത് പ്രൊഡക്ഷനും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും. കാരണം ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് അത് അവരുടെ വിശ്വാസമാണല്ലോ. അല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി എനിക്ക് ഉണ്ടാക്കണം. അത് ആ ട്രസ്റ്റ് നമ്മളിൽ തരുമ്പോഴാണ് നമുക്ക് അത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്. അവരാണ് നമ്മളെ വൃത്തിയായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റേഴ്സ് ആയാലും അവരില്ലെങ്കിലും ആക്ടേഴ്സിന് ഒരു പ്രശസ്തി ഇല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഫുൾ ക്രെഡിറ്റ്സ് ടു ടെക്നീഷ്യൻസ്.
സോ ഇതിന്റെ നമ്മുടെ റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ ജ്യോതിഷം സുലുവാണ് നമ്മുടെ റൈറ്റേഴ്സ്. പ്രണയവിലാസത്തിന് ശേഷം അവർ എഴുതുന്ന സിനിമയാണ്. പ്രണയവിലാസം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും നല്ല തിരക്കഥകളിൽ ഒന്നാണ്. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റ് എന്നാൽ നമ്മളെ കഥയിൽ ഹുക്ക് ചെയ്ത് ഒരു അവസാനം വരെ പോകും. ഭയങ്കര ഈ നെല്ലിക്കാമ്പോയിൽ എന്നുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെല്ലാരും, അതിപ്പോ മ്യൂസിക് ചെയ്തേക്കുന്ന നെഹിം ജാക്സണാണ്. ഭയങ്കര ഗംഭീര വർക്കാണ്. ക്യാമറ ചെയ്തേക്കുന്ന അഭിചേട്ടൻ്റെ ഫ്രെയിംസ് ഭയങ്കര അടിപൊളി. ഇതില് ആർട്ട് ചെയ്തേക്കുന്നത് നൗഷാദിക്കാണ്. അപ്പോൾ ആർട്ട് കോസ്റ്റ്യൂംസ് മെൽവി, മേക്കപ്പ് റോണക്സ് ആയിട്ട്. അപ്പൊ ഇവരെല്ലാരും ചേർന്ന് ആക്ഷൻ കലക്കിങ്സ് ഇവരെല്ലാരും ചേർന്ന് ഈ വേൾഡ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ വേൾഡ് എവിടെയെങ്കിലും നമുക്ക് ഫേക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ കഥ ഫുൾ ഡിസ്റപ്റ്റ് ആവും, നിൽക്കില്ല. അപ്പൊ അത് ഭയങ്കര ഷാർപ്പായിട്ട് ഇവരെല്ലാരും ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഈ പ്രണയവിലാസത്തിലും ആ സ്ഥലത്തിനെ ബിൽഡ് ചെയ്തെടുക്കാല് ഓരോ ക്യാരക്ടേഴ്സും നമുക്കൊക്കെ അറിയുന്ന ഒരാളെ നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവരാന്നുള്ളൊരു അത് തന്നെയാണോ നൈറ്റ് റൈഡേഴ്സിലും നിങ്ങളെ ഹുക്ക്? നമുക്ക് ഫാന്റസി ആണ് പറഞ്ഞ പോലെ, റിയാലിറ്റി ഉണ്ട്. പക്ഷെ ജ്യോതിഷും അവര് വരുന്നത് ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ അവർക്ക് നമ്മള് പണ്ട് പറഞ്ഞിരുന്ന വായനശാലയും അവരുടെ ബസ് സ്റ്റാൻഡും അവരുടെ തെയ്യവും മിത്തും ഇതൊക്കെ അവരിലുണ്ട്. അപ്പൊ അതിനെയാണ് അവർ പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ഫിക്ഷണൽ ആണെങ്കിലും നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് ഫിക്ഷനാന്ന് പറഞ്ഞ് എന്തും ചെയ്യാം എന്നുള്ള ലിബർട്ടി നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അതിന് അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. ജെന്യൂൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ടോക്കിന്നും ട്രെയിലറിനും ഒക്കെ വി ആർ ഓൾസോ എക്സൈറ്റഡ് ടു വാച്ച് നൈറ്റ് റൈഡേഴ്സ്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണാം. താങ്ക് യു സോ മച്ച്. ഒക്ടോബർ 10 നൈറ്റ് റൈഡേഴ്സ് കാണാൻ ചന്ദ്രമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു.